സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നിരവധി കുട്ടികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി പ്രയാസം അനുഭവിക്കുന്ന ഒന്നാണ് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കണ്ടമാനം തുമ്മുക, മൂക്ക് ചൊറിച്ചൽ, കണ്ണ് ചൊറിച്ചൽ, കണ്ണിന് നമുക്ക് എപ്പോഴും ഡ്രൈ ആയി പോവുക, ഇങ്ങനെയൊക്കെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു അലർജി ഉണ്ട്. മൂക്കിൽ ദശ വളരുക. അതുകൊണ്ട് രാത്രി 12 മണിക്ക് ശേഷം കുട്ടികളും വലിയവരും ഒക്കെ വായിക്കൂടെ ശ്വാസം എടുക്കുക. മൂക്കടഞ്ഞു പോകും, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഐസ്ക്രീം തിന്നാൽ മൂക്കൊരിക്കലും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഐസ്ക്രീം, ഐസ് വാട്ടർ, മോര്, തൈര്, ഫ്രീസറിലെ വെള്ളം, ഫ്രീസറിലെ പഴങ്ങൾ ഒഴിവാക്കുക. ചെറുകടലാടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിൻ്റെ ചിത്രം ഇടാം, വീഡിയോ ഇടാം. ആ ചെറുകടലാടിയുടെ ഇല നന്നായിട്ട് അരച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തണിയിച്ച് തലയിൽ തേച്ച് കുളിക്കുകയും ഈ ചെറുകടലാടിയുടെ 2 തണ്ട് ഇലയെടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് വാട്ടിപ്പിഴിഞ്ഞ് ഒരു തുള്ളി നീര് ഒന്ന് നമ്മുടെ തീപ്പെട്ടിക്കൊല്ലോ അല്ലെങ്കിൽ മറ്റേ ജോൺസൺ ബെഡിൻ്റെ നമ്മുടെ ചെവിയിലിടുന്ന ഒരു ബഡ്സ് അതിൽ മുക്കിയിട്ടോ ആ ദശയിലേക്ക് ഒന്ന് തൊടുക. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ ചുരുങ്ങാൻ തുടങ്ങും. ചെയ്യാൻ മറക്കണ്ട. ഇന്ന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇവർക്കൊക്കെ ബ്ലഡിൽ IG ആൻഡ് AC വളരെ കൂടുതലുമായിരിക്കും. അതും ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം, ഗർഭിണികളിലെ കാലിൽ വരുന്ന നീര്, കാലിലും ശരീരത്തൊക്കെ നീര് വരാം ചിലർക്ക്. ആ നീരിനെ കുറയ്ക്കാനുള്ള ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് ചോദിച്ചത്. ഞെരിഞ്ഞിലാണ്. ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി, വളരെ നല്ല കുറവ് കിട്ടും. ഇന്നത്തെ ചോദ്യം, അൾസറിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് ഉള്ള ഒരു ഔഷധച്ചെടിയെക്കുറിച്ച് പറയാമോ? ഉത്തരം തരണം. നന്ദി, നമസ്കാരം.